അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഇനി കാര്യമായി പറയുന്ന മറ്റൊരു ബൈത്താണ് അസ്സഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഅഹ്ലനാ ഇൻ ളാഅ സയ്യിദി ഖൈറൻ നബി. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്തിനെ തേടുകയാണ്. അതിങ്ങനെ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് ചോദിക്കാൻ പറ്റുമോ? ഇതാണ് വലിയ സംശയം. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബുഖാരിയിൽ കാണാം, ഉഅ്തീതു ശഫാഅത, ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നൽകപ്പെട്ട് കഴിഞ്ഞു, നൽകുമെന്നല്ല പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം നൽകപ്പെട്ട് കഴിഞ്ഞു. ബുഖാരിയാണ്. ഈ മറിയം സൂറത്തിലെ 87-ാമത്തെ ആയത്ത് നോക്ക്. ലാ യംലികൂന ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദർ റഹ്മാനി അഹ്ദാ. ഒരു വിഭാഗം ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, മറ്റൊരു ഹദീസിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. മഹാനായ സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന സംഭവം വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായയിലും അതുപോലെ മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഅ്ജമുൽ കബീറിലും വിശദീകരിക്കുന്നുണ്ട്. എന്താണത്? ഫഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗാലിബി. മഹാനായ സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അരികിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് നബി തങ്ങളുടെ അരികിൽ വെച്ചുകൊണ്ട് സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കവിത ചൊല്ലുകയാണ്. സവാദ് ബിൻ ഖാരിബ് വലിയൊരു കവിയാണ്, നല്ലോണം കവിത ചൊല്ലാൻ അറിയുന്ന ആളാണ്. അവിടെ വെച്ച് നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് പാടുകയാണെന്ത്? ഫഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറഹു وأنك مأمون على كل غارب وأنك أدنى المرسلين وسيلة إلى الله يا ابن الأكرمين اللطائب فمرنا بما يأتيك يا خير من مشى وإن كان فيما جاء شيب الذوائب وكن لي شفيعا يوم لا ذو شفاعتي سواك بمغن عن سواد بن قاربي. وكن لي شفيعا يوم لا ذو شفاعتي. നബിയെ, തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യുന്നവരാവണം. നബി തങ്ങളുടെ മുന്നിൽ വെച്ച് നബി തങ്ങളോട് പറയുകയാണ്, ഓ അങ്ങ് എനിക്ക് ശഫാഅത്ത് ചെയ്യുന്നവരാവണം എന്ന്. ഒരു ശഫാഅത്തും ചെയ്യാനില്ലാത്തൊരു ദിവസമുണ്ട്, ഒരു റെക്കമെൻഡും സ്വീകരിക്കപ്പെടാത്തൊരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ നബിയെ അങ്ങ് എനിക്ക് ശഫാഅത്ത് ചെയ്യുന്നവരാവണം. ആരാ പറയുന്നത്? സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു. എവിടുന്ന്? നബി തങ്ങളുടെ മുന്നിൽ, സ്വഹാബത്തിന്റെ ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതങ്ങ് കേട്ടപ്പോ ഫളഹികൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചിരിച്ചുപോയി. ഹത്താ ബദത് നവാജിദുഹു, നബി തങ്ങളുടെ അണപ്പല്ലുകൾ കാണുന്ന അത്ര രീതിയിൽ എന്ന് പറഞ്ഞാൽ നല്ലോണം നബി തങ്ങൾ അങ്ങ് ചിരിച്ചുപോയി. ഈ ശഫാഅത്തിനെ നബി തങ്ങളോട് ചോദിക്കുകയാണ്. നബി തങ്ങള് ശഫാഅത്ത് ചെയ്യുന്നവരാവണം എന്ന് നബി തങ്ങളോട് പറയുകയാണ്. എനിക്ക് ശഫാഅത്ത് ചെയ്യാനൊന്നും കഴിയൂല, അതൊക്കെ വാദികൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇത് ശിർക്കായി പോകും എന്ന് നബി തങ്ങൾ പറഞ്ഞില്ല. ഇത് കേട്ട് നബി തങ്ങൾ നല്ലോണം അങ്ങ് ചിരിച്ചു കൊടുത്തു. അതാണ് ഇതൊക്കെ കണ്ട് പഠിച്ച പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നബി തങ്ങളോട് ശഫാഅത്തിനെ ചോദിക്കേണ്ടത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെന്ന് നിന്നുകൊണ്ട് എങ്ങനെയാണ് നാം ശഫാഅത്ത് ചോദിക്കേണ്ടത്. ഹിജ്റ 676 വഫാത്തായ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന് അരികിൽ ചെന്ന് സലാം പറയണം. സുമ്മ യർജഉ ഇലാ മൗഖിഫിൽ അവ്വലി, പിന്നീട് അവൻ ആദ്യം എവിടെയാണോ നിന്നിരുന്നത് അവിടേക്ക് തന്നെ മടങ്ങണം. ഖുബാലത വജ്ഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ടല്ല നിൽക്കേണ്ടത്, മറിച്ച് നബി തങ്ങളുടെ ആ തിരു വജ്ഹിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിൽക്കണം. വയതവസ്സലു ബിഹി, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തവസ്സുൽ ചെയ്യണം. ഫീ ഹഖി നഫ്സിഹി വയസ്തശ്ഫിഉ ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്ത് തേടുകയും വേണം. കണ്ടോ? നബി തങ്ങളുടെ ചാരത്ത് ചെന്ന് നിന്ന് സലാം പറഞ്ഞ് നബി തങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നബി തങ്ങളോട് തവസ്സുൽ ചെയ്ത് നബി തങ്ങളോട് ശഫാഅത്തിനെ തേടണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു. അതുപോലെ 620 വഫാത്തായ മഹാനായ ഇബ്നു ഖുദാമത്തുൽ മഖ്ദസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നബി തങ്ങളുടെ ചാരത്ത് ചെന്ന് നിന്ന് സലാം പറഞ്ഞ് നബി തങ്ങളോട് പറയേണ്ടത് എങ്ങനെയാണ്? ഫഖദ് അതൈതുക മുസ്തഗ്ഫിറൻ മിൻ ദുനൂബി മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബി. കണ്ടോ? മുഗ്നിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഖദ് അതൈതുക, നബിയെ അങ്ങയുടെ അടുക്കൽ ഞാൻ വന്നിരിക്കുന്നു. മുസ്തഗ്ഫിറൻ മിൻ ദുനൂബി, ഞാൻ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ തൊട്ട് പാപമോചനം തേടുന്നവരായി. മുസ്തശ്ഫിയൻ ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് അങ്ങയെ കൊണ്ട് ശഫാഅത്ത് തേടുന്നവരായിട്ടും ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുന്നു. നബി തങ്ങളോട് ശഫാഅത്ത് തേടാൻ നമ്മെ പഠിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, നബി തങ്ങളോട് ശഫാഅത്ത് തേടൽ സുന്നത്താണ് എന്നും മഹാനായ ഇബ്നു ഖുദാമത്തുൽ മഖ്ദസി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഗ്നിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യയിൽ വിശദീകരിക്കുന്നത് കാണാം. നബി തങ്ങളുടെ ഖബറിനരികിൽ ചെന്നുകൊണ്ട് അവൻ പറയണം, എന്താ പറയേണ്ടത്? ഇന്നാ ഖദ് സമീനാ ഖൗലക വഅതഅനാ അംറക വഖസദ്നാ നബിയക മുസ്തശ്ഫീന ബിഹി ഇലൈക ഫീ ദുനൂബിനാ. ഖബറിന്റെ ചാരത്ത് ചെന്നുകൊണ്ട് പറയേണ്ടത് എന്താണ്? ഇന്നാ ഖദ് സമീനാ ഖൗലക വഅതഅനാ അംറക വഖസദ്നാ നബിയക, നിങ്ങളുടെ വാക്കിനെ ഞങ്ങൾ കേട്ടിരിക്കുന്നു, നിങ്ങളുടെ കൽപ്പനകൾ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. വഖസദ്നാ നബിയക, അങ്ങയുടെ നബിയെ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നു. മുസ്തശ്ഫീന ബിഹി, ആ നബിയെ കൊണ്ട് ശഫാഅത്ത് തേടുന്നവരായിട്ട് ഇലൈക വല്ലാഹു, അങ്ങയിലേക്ക്, ഫീ ദുനൂബിനാ, ഞങ്ങൾ ചെയ്തതായ തെറ്റിന്റെ കാര്യത്തിൽ നബി തങ്ങളോട് ശഫാഅത്ത് തേടുന്നവരായിട്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു എന്ന് പറയണമെന്ന്
മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യയിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നാം മൗലിദിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശഫാഅത്തിന് ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ ശിർക്കാണ് എങ്കിൽ ഈ പറഞ്ഞ പണ്ഡിതന്മാർ മുഴുവനും ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാവണ്ടേ? നേരത്തെ നാം പറഞ്ഞ സവാദ് ബിൻ ഖാലിബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ശഫാഅത്തിന് തേടി, നബി തങ്ങൾ പറയണ്ടേ അത് ശിർക്കാണ്, ഒരിക്കലും തേടാൻ പാടില്ല എന്ന്. അപ്പോ ഒന്നും തിരിയാത്ത, ഒരു ചുക്കും അറിയാത്ത, എന്താണ് ഖുർആൻ എന്നോ ഹദീസ് എന്താണ് എന്നോ പണ്ഡിതന്മാർ എന്താണ് പഠിപ്പിച്ചത് എന്നോ ഒന്നും തിരിയാത്ത ചില മൗലവിമാർ ഇത്തരം മൗലിദുകളെയും മാലകളെയും ഒക്കെ ശിർക്കാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും പ്രാമാണികമായി തെളിയിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഇനി ബുർദയിൽ നിന്നൊരു വരി, വഹാബികൾ കൂടുതൽ വിമർശിക്കുന്ന ഒരു വരിയാണ്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ഇവിടെ രണ്ട് വിഷയങ്ങളാണ് വിമർശിക്കാറുള്ളത്. ഒന്ന്, ഈ ദുനിയാവും ആഖിറവും ഒക്കെ നബിയെ അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് എന്നാണ് ഒന്നാമത്തെ ഭാഗം. എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുമോ? ഈ ദുനിയാവും ആഖിറവും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചതല്ലേ, പിന്നെ എങ്ങനെ അത് നബി തങ്ങളുടെ ഔദാര്യമാവുക? അങ്ങനെ നബി തങ്ങളുടെ ഔദാര്യമാണ് എന്ന് പറയുന്നതോടുകൂടി അതെന്തായി? ശിർക്കായി. നബി തങ്ങൾ സൃഷ്ടിച്ചു എന്ന് വന്നു, അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്നാണ് പറയാറുള്ളത്. എന്താണ് അതിന്റെ മാന? ഈ ദുനിയാവും ആഖിറവും ഒക്കെ നബി തങ്ങളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ മുഖേനയാണ് ഈ ദുനിയാവും ആഖിറവും ഒക്കെ ഉണ്ടായത് എന്നാണ് അതിന്റെ അർത്ഥം. അതിലെ ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്, നബിയെ അങ്ങ് ഇല്ലായിരുന്നു എങ്കിൽ ഈ അണ്ട കടാഹങ്ങളെ തന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല, ഈ ലോകം തന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ഇത് ആര് പറഞ്ഞതാണ്? അള്ളാഹു തആല പറഞ്ഞതാണ്. ഖുദ്സിയായ ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. അപ്പൊ നബിതങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് കാരണം കൊണ്ടാണ് ഈ ലോകം തന്നെ ഉണ്ടായത്, ദുനിയാവും ആഖിറവും ഒക്കെ ഉണ്ടായത് നബിതങ്ങൾ മുഖേനയാണ്. ആ അർത്ഥത്തിലാണ്, അല്ലാതെ നബിതങ്ങളാണ് ഈ ദുനിയാവും ആഖിറവും ഒക്കെ സൃഷ്ടിച്ചത് എന്ന അർത്ഥത്തിലല്ല. അത് നാം സാധാരണ പ്രയോഗിക്കുന്നതല്ലേ. നീ മുഖേനയാണ് ഞാൻ രക്ഷപ്പെട്ടത്, നിന്റെ ഔദാര്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. എന്താ, ഓനൊരു വിസക്ക് തന്ന് എന്നെ ഗൾഫിക്ക് കൊണ്ടുവന്നതോടുകൂടി ഞാൻ എന്തായി? രക്ഷപ്പെട്ടു, എനിക്ക് നല്ല പണിയൊക്കെ ആയി, ഞാൻ അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ പറഞ്ഞ ചില ആൾക്കാരോട് ഓന്റെ ഔദാര്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന്. അതിന്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞതാണ് അവൻ മുഖേനയാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്നാണ്. എന്നതുപോലെ ദുനിയാവും ആഖിറവും ഒക്കെ സൃഷ്ടിക്കപ്പെടാൻ തന്നെ കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ നബിതങ്ങൾ മുഖേനയാണ് ദുനിയാവും ആഖിറവും ഒക്കെ ഉണ്ടായത്. ആ ദുനിയാവും ആഖിറവും ഒക്കെ നബിതങ്ങളെ അങ്ങയുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അതാണ് അതിന്റെ അർത്ഥം. ഇനി വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, നബിയെ ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇൽമും കലമിലുള്ള ഇൽമും ഒക്കെ അങ്ങയുടെ ഇൽമിൽപ്പെട്ട ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ ലൗഹുൽ മഹ്ഫൂദിലൊക്കെ എത്രത്തോളം ഇൽമുണ്ട്, കലമിൽ എത്രത്തോളം ഇൽമുണ്ട്, അത് മുഴുവൻ നബിതങ്ങൾക്ക് കിട്ടുക. ഇതാണ് വേജാർ. ഈ വേജാറാണ് ആർക്ക്? വഹാബിക്ക്, പുത്തൻവാദിക്ക്. ആരാണ് റസൂലുള്ളാഹി എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നബി തങ്ങളുടെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതൊരിക്കലും ഉണ്ടാവുകയില്ല. ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇൽമുകൾ, കലമിലുള്ള ഇൽമുകൾ ഒക്കെ റസൂലുള്ളാഹിക്ക് ഉണ്ടാവേ, അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ വഹാബികളുടെ വാദം. എന്നാൽ എന്താണത്? മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഇസ്രാ മിറാജിന്റെ സംഭവം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഇന്നല്ലാഹു തആല അത്ലഅഹു ലൈലത്തുൽ ഇസ്രാഇ അലാ ജമീഇ മാ ഫിൽ ലൗഹിൽ മഹ്ഫൂദി, ഇസ്രാഇന്റെ രാത്രിയിൽ ലൗഹിൽ മഹ്ഫൂദിലുള്ള മുഴുവനും അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളിവാക്കി കാണിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, വസാദഹു, ആ ലൗഹിൽ മഹ്ഫൂദിലുള്ളത് മാത്രമല്ല, വസാദഹു ഉലൂമൻ ഉഖ്റ, മറ്റു ധാരാളം ഇൽമുകളും കൊടുത്തിട്ടുണ്ട്. ഏതാണ് ആ ധാരാളം ഇൽമുകൾ? കൽ അസ്റാരിൽ മുതഅല്ലിഖത്തി ബിദാതിഹി സുബ്ഹാനഹു വ തആല വസിഫാതിഹി, അല്ലാഹുവിന്റെ ദാത്തിനോടും അല്ലാഹുവിന്റെ സിഫത്തുകളോടും ഒക്കെ ബന്ധിച്ചതായ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളാകുന്ന കലവറകൾ, അതിന്റെ ഇൽമുകളും അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഇൽമുകളും ഉള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു വമിൻ ഉലൂമിക, ഇൽമിൽ പെട്ടതാണ് എന്നാ പറഞ്ഞത്. അങ്ങയുടെ ഇൽമു ധാരാളമുണ്ട്, ആ ഇൽമിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഏത്? ലൗഹുൽ മഹ്ഫൂദിലും കലമിലുമുള്ള ഇൽമ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജിന്റെ, ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മുഹ്യിദ്ദീൻ മാലയിൽ നിന്ന് ഒന്ന് രണ്ട് വരികൾ കൂടി വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഹിജ്റ 470 ജനിച്ച് 560 വഫാത്തായ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അവരുടെ ആ നീണ്ട 90 വർഷക്കാലം അവരുടെ ജീവിതത്തിലുണ്ടായ ധാരാളം സംഭവങ്ങൾ, അവിടുന്ന് പറഞ്ഞു വെച്ചതായ ഒരുപാട് സത്യങ്ങൾ, അതെല്ലാം ഒരു ഗ്രന്ഥരൂപേണ ക്രോഡീകരിച്ചതാണ് ബഹജത്തുൽ അസ്റാർ എന്നത്. മഹാനായ ശൈഖ് നൂറുദ്ദീൻ ശത്നൂഫി റളിയല്ലാഹു അൻഹു ഹിജ്റ 644 ജനിച്ച് 713 വഫാത്തായ ശത്നൂഫി റളിയല്ലാഹു അൻഹു ആണ് ബഹജ ക്രോഡീകരിക്കുന്നത്. ആ ബഹജ ക്രോഡീകരിച്ച അതിന്റെ ശേഷം 320 വർഷങ്ങൾക്ക് ശേഷം ഹിജ്റ 1026 മഹാനായ ഖാദി മുഹമ്മദ് എന്നവർ ഈ മാല രചിക്കുന്നത്. ഈ മാലയുടെ പ്രധാന അവലംബം തന്നെ
ബഹജത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അത് മാലയിൽ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ 320 വർഷത്തിനിടയിൽ ധാരാളം തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ജീവിച്ചിട്ടുണ്ട്. അവരാരും തന്നെ ബഹിജയിൽ ധാരാളം കെട്ടുകഥകളുണ്ട് എന്നോ ശിർക്കുകളുണ്ട് എന്നോ ഇന്നത്തെ പുത്തൻവാദികൾ പറയുന്നത് പോലെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതായ രേഖ ഹാജരാക്കാൻ ഒരു വഹാബിക്കും സാധിക്കുകയുമില്ല. നിങ്ങൾ നോക്ക്, മഹാനായ ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു ഹിജ്റ 660 വഫാത്തായ മഹാനാണ്. അതുപോലെ ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു ഹിജ്റ 665 വഫാത്തായവർ. ഹിജ്റ 676 വഫാത്തായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഹിജ്റ 656 വഫാത്തായ ഹാഫിദുൽ മുൻദിരി റളിയല്ലാഹു അൻഹു, ഹിജ്റ 686 വഫാത്തായ ഖത്തല്ലാനി ഇമാം, ഹിജ്റ 672 വഫാത്തായ ഇബ്നു മാലിക് അൽ ഹമവി, ഹിജ്റ 748 വഫാത്തായ ഹാഫിദുൽ ദഹബി, ഹിജ്റ 751 വഫാത്തായ ഇബ്നുൽ ഖയ്യിം, അതുപോലെ ഹിജ്റ 771 വഫാത്തായ ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു, ഹിജ്റ 774 വഫാത്തായ ഇബ്നു കസീർ, ഹിജ്റ 783 വഫാത്തായ ഇമാം അൽ അദ്റഈ, അതുപോലെ ഹിജ്റ 784 വഫാത്തായ സർകശി ഇമാം, ഹിജ്റ 805 വഫാത്തായ ഇമാം ബുൽഖൈനി റളിയല്ലാഹു അൻഹു, ഹിജ്റ 852 വഫാത്തായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അതുപോലെ ഹിജ്റ 973 വഫാത്തായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു, അതുപോലെ ഹിജ്റ 977 വഫാത്തായ ഖതീബ് ശുർബീനി റളിയല്ലാഹു അൻഹു, ഹിജ്റ 1004 വഫാത്തായ റംലി റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഈ 320 വർഷത്തിനിടയിൽ ജീവിച്ച പണ്ഡിതന്മാരാണ് ഇവരൊക്കെ. ഒരൊറ്റ പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥത്തിൽ ബഹിജ എന്ന് പറയുന്ന കിതാബിൽ ധാരാളം കെട്ടുകഥകളുണ്ട് അല്ലെങ്കിൽ ശിർക്കിന്റെ ആശയങ്ങളുണ്ട് എന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. ആ ബഹിജ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് പ്രധാനമായും ഖാദി മുഹമ്മദ് എന്നവര് ഈ മാലയിൽ കൊണ്ടുവരുന്ന ബൈത്തുകൾ. ആ ബഹിജയിലുള്ള ആശയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാം. പ്രധാനമായും മുഹീദ്ദീൻ മാലയിൽ വഹാബികൾ പരിഹസിക്കുന്ന ഒരു ബൈത്താണ് 40 വട്ടം ജനാബത്തുണ്ടായാരെ 40 വട്ടം ഒരുരാ കുളിച്ചോവർ. മഹാനായ ശൈഖ് വർഗ റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ലോകം ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. 40 വർഷത്തോളം ചുറ്റിക്കറങ്ങി നടന്നിട്ടുണ്ട് എന്ന് മാലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ചുറ്റിക്കറങ്ങി നടക്കുന്നതിനിടയിൽ ഒരു രാത്രിയിൽ സംഭവിച്ച ഒരു സംഭവമാണിത്. 40 പ്രാവശ്യം മഹാനവറുകൾക്ക് ജനാബത്തുണ്ടായി. ആ ഓരോ പ്രാവശ്യം ജനാബത്തുണ്ടാകുമ്പോഴും മഹാനവറുകൾ കുളിക്കുന്നു, വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും ജനാബത്തുണ്ടാകുന്നു, കുളിക്കുന്നു, ഇങ്ങനെ 40 പ്രാവശ്യം. ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പുത്തൻവാദികൾ പരിഹസിക്കാറുണ്ട്. ഇത് ശൈഖ് അവർകളെ മോശമാക്കലല്ലേ, ജനങ്ങൾക്കിടയിൽ നാറ്റിക്കലല്ലേ, 40 വട്ടൊക്കെ ജനാബത്തുണ്ടായാൽ അതിങ്ങനെ ആൾക്കാരോട് വിളിച്ചു പറയാൻ പാടുണ്ടോ എന്നൊക്കെയാണ് വഹാബികൾ പറയാറുള്ളത്. ഈ സംഭവം മഹാനായ നൂറുദ്ദീൻ ശത്നൂഫി റളിയല്ലാഹു അൻഹു അവരുടെ ബഹജത്തുൽ അസ്റാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹജയുടെ 24-ാമത്തെ പേജിൽ കാണാം. മഹാനവറുകൾ പറയുകയാണ്, നിംതു ഫീ ഈവാനി കിസ്റ ഫീ ലൈലത്തിൻ ശദീദത്തിൽ ബർദ്. അതിശക്തമായ തണുപ്പുള്ള ഒരു രാത്രിയിൽ കിസ്റ കൊട്ടാരത്തിന്റെ പരിസരത്ത് ഞാൻ കടന്നു, ഞാൻ ഉറങ്ങി. ഫഹ്തലംതു, അങ്ങനെ എനിക്ക് സ്വപ്നസ്ഖലനമുണ്ടായി. വദഹബ്തു ഇല ശത്തി, ഞാൻ ടൈഗ്രീസ് നദിയുടെ കരയിലേക്ക് നടന്നു. വഗ്തസലത്തു, എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കുളിച്ചു. അതിശക്തമായ തണുപ്പുള്ള രാത്രിയാണ്, ഞാൻ അവിടെ നിന്ന് കുളിച്ചു. സുമ്മനും, ഞാൻ മടങ്ങി വന്നു, വീണ്ടും ഉറങ്ങി. വഹ്തലംതു, വീണ്ടും സ്ഖലനമുണ്ടായി. ഫഖുംതു, ഞാൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. വദഹബ്തു ഇല ശത്തി, ടൈഗ്രീസിന്റെ കരയിലേക്ക് പോയി അവിടെ നിന്ന് കുളിച്ചു. ഹകദാ 40 മറ, ഇതേ പ്രകാരം 40 പ്രാവശ്യം. വരും, ഉറങ്ങും, ഉടനെ സ്വപ്നസ്ഖലനം ഉണ്ടാകും, വീണ്ടും ടൈഗ്രീസ് നദിയിലേക്ക് പോയി അവിടെ നിന്ന് കുളിക്കും, മടങ്ങി വരും, വീണ്ടും ഉറങ്ങും. ഇതുപോലെ 40 പ്രാവശ്യം മഹാനവറുകൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായി. 40 പ്രാവശ്യം മഹാനവറുകൾ കുളിക്കുകയും ചെയ്തു. ഇത് അല്ലാഹു തആല പരീക്ഷിക്കുകയാണ്. ഈ അടിമയെ ഉന്നതങ്ങളിലേക്ക് ഉയർത്താൻ പറ്റുമോ എന്ന് അല്ലാഹു തആല പരീക്ഷിച്ചതാണ്. ആ പരീക്ഷണത്തിൽ മഹാനവറുകൾ അവിടെ വിജയിക്കുകയാണ്. അതിശക്തമായ രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്. എന്നിട്ട് മഹാനായ ഇമാം ശത്നൂഫി റളിയല്ലാഹു അൻഹു അവിടെ വിശദീകരിക്കുന്നു. മഹാനായ ശൈഖ് അവർകൾ പറയുകയാണ്, തുമ്മ സഅയ്തു ഫൗഖൽ ഈവാനി ഖൗഫൻ നൗമി, ഉറക്കത്തെ പേടിച്ചുകൊണ്ട് ഇനിയും ഇവിടെ തന്നെ കടന്നുറങ്ങിയാൽ സ്ഖലനമുണ്ടാകും. അത് പേടിച്ചുകൊണ്ട് മഹാനവറുകൾ ആ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി എന്ന് ബഹജത്തുൽ അസ്റാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവമാണ് മഹാനായ ഖാദി അവർകൾ അവരുടെ മാലയിൽ കൊണ്ടുവന്നത്. അപ്പോ ഇത് ബഹജത്തുൽ അസ്റാറിൽ വളരെ വ്യക്തമായി വിശദീകരിച്ച സംഭവമാണ്. ഇതെങ്ങനെയാണ് പരിഹാസ്യമാകുക? ഇതെങ്ങനെയാണ് ശൈഖ് അവർകളെ മോശമാക്കലാവുക? അവിടുത്തെ അല്ലാഹു തആല പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷണത്തിൽ മഹാനവറുകൾ വിജയിച്ചു എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഒരു 40 പ്രാവശ്യമല്ല 100 പ്രാവശ്യം ജനാബത്തുണ്ടായാലും ഒരൊറ്റ കുളി കുളിച്ചാൽ മതി. പക്ഷേ മഹാനവറുകൾ ഓരോ ജനാബത്തുണ്ടായപ്പോഴും ഓരോ കുളി കുളിച്ചു, അതും ശക്തമായ തണുപ്പുള്ള രാത്രിയിൽ. അപ്പൊ ഇത് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു പരീക്ഷിച്ചതാണ്. ആ പരീക്ഷണത്തിൽ മഹാനവറുകൾ വിജയിച്ചു. ഇത് രേഖപ്പെടുത്തി വെക്കുന്നു ബഹജത്തുൽ അസ്റാറിന്റെ 24-ാമത്തെ പേജിൽ. ഈ സംഭവം മുഹീദ്ദീൻ മാലയിലൂടെ മഹാനായ ഖാദി മുഹമ്മദ് കൊണ്ടുവന്നത് മോശമാണ്, അത് ശൈഖ് അവർകളെ നാറ്റിക്കലാണ് എന്ന് പറയുന്ന ആളുകൾ സഹീഹുൽ ബുഖാരി മറിക്ക്
സഹീഹുൽ ബുഖാരിയിൽ കാണാം, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. നബിതങ്ങളാണ് അത് സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണത്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് കാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല സുലൈമാൻ അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലാ തൂഫന്ന ലൈലത ബിമിഅതി ഇംറഅത്തിൻ, ഈ രാത്രിയിൽ ഞാൻ എന്റെ 100 ഭാര്യമാരുടെ അരികിൽ ചെല്ലും. എന്തിനാ ചെല്ലുന്നത്? തലിദു കുല്ലു ഇംറഅത്തിൻ ഗുലാമൻ, ഓരോ ഭാര്യമാരും ഓരോ കുട്ടികളെ പ്രസവിക്കുകയും ചെയ്യും. പ്രസവിക്കണമെങ്കിൽ വെറുതെ ചെന്നാ പോരല്ലോ. അപ്പോ ഈ 100 ഭാര്യമാരുടെ അരികിൽ ചെന്ന് അവരുമായിട്ട് ബന്ധപ്പെടും. അങ്ങനെ ആ ബന്ധത്തിൽ എനിക്ക് 100 കുട്ടികൾ ഉണ്ടാകും. യുഖാതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന 100 ആൺകുട്ടികൾ ഇതിലുണ്ടാകും എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പൊ മലക്ക് പറഞ്ഞു, എന്തെക്കുൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഫലം യകുൽ, പക്ഷേ ഫലം യകുൽ വനസിയ, സുലൈമാൻ നബി ആ സമയത്ത് അത് പറഞ്ഞില്ല, മറന്നുപോയി. ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി. അങ്ങനെ ഫഅത്വാഫ ബിഹിന്ന, ആ രാത്രിയിൽ സുലൈമാൻ നബി എല്ലാ ഭാര്യമാരുടെയും അരികിൽ ചെന്നു, 100 ഭാര്യമാരുടെ അരികിൽ ചെന്നു. പക്ഷേ വലം തരിദ് മിൻഹുന്ന ഇല്ലം റഅത്തുൻ, ഒരു ഭാര്യയല്ലാത്ത മറ്റൊരു ഭാര്യയും പ്രസവിച്ചില്ല. ഒരു ഭാര്യ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ. ആ ഭാര്യ തന്നെ പ്രസവിച്ചത് നിസ്ഫ ഇൻസാൻ, ഒരു പൂർണ്ണമായ മനുഷ്യനെ അല്ല പ്രസവിച്ചത്, ഒരു വികലാംഗനായ ആ കുട്ടിയാണ് പ്രസവിച്ചത്. കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ച് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബത്തിന്, ലൗ കാല ഇൻഷാ അല്ലാഹ്, സുലൈമാൻ നബി എങ്ങാനും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ലം യഹ്നിസ് വകാന അർജാ ലിഹാജതിഹി, തീർച്ചയായിട്ടും 100 കുട്ടികൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന 100 കുട്ടികൾ ആ രാത്രിയിലുള്ള ബന്ധപ്പെടൽ കാരണമായി ഉണ്ടാകുമായിരുന്നു എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. പക്ഷേ സുലൈമാൻ നബി ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഒരൊറ്റ കുട്ടിയെ ഉണ്ടായുള്ളൂ. ആ ഉണ്ടായ കുട്ടി തന്നെ ഒരു പൂർണ്ണ കുട്ടിയായി ഉണ്ടായതും ഇല്ല. ഇത് നബി തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് 40 വട്ടം ജനാബത്തുണ്ടായ കഥയാണ് പറഞ്ഞത് എങ്കിൽ ഇവിടെ 100 പ്രാവശ്യം ജനാബത്തുണ്ടായ കഥയാണ് പറയുന്നത്. ഇതൊരു നാറ്റ കഥയാണ് എങ്കിൽ, ഇതൊരു മോശമായ കഥയാണ് എങ്കിൽ, ഇതെങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുമോ? ആ പറഞ്ഞതായ ഈ ഹദീസ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹിൽ കൊണ്ടുവരുമോ? ഇതേ ഹദീസ് തന്നെ മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്ലിമിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ സുലൈമാൻ നബിയെ നാറ്റിച്ചു എന്ന് പറയാൻ പറ്റുമോ വഹാബി? അല്ലെങ്കിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മോശമാക്കി എന്ന് പറയാൻ പറ്റുമോ? എന്ത് ചോദ്യം, എന്ത് പൊട്ടത്തരമാണ് ഇവർ പറയുന്നത്? ഇതൊക്കെ അവരുടെ മഹത്വത്തെയാണ് അത് അറിയിക്കുന്നത്. ഇതൊന്നും തിരിയാത്ത ഇത്തരം ആളുകളോട് എന്ത് പറയാനാണ്? ഇനി മറ്റൊരു ബൈത്താണ്, വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പ കൂടാതു തീരം നൽകും ഞാനെന്നോവർ, അതുപോലെ ഇരുന്നായിരിപ്പിന്നൽ ആകാശം കണ്ടോവർ, ഏറും മലക്കൂത്തിൽ രാജാളി എന്നോവർ. ഓ, ഇതൊക്കെ കുറച്ച് ഓവറാണ് എന്നാണ് വഹാബിന്റെ അഭിപ്രായം. അതെങ്ങനെ എവിടുന്ന് വിളിച്ചാലും എങ്ങനെ ശൈഖ് അവർകൾ കേൾക്കുക? ഇനി കേട്ടാൽ തന്നെ എങ്ങനെ ഉത്തരം നൽകുക? ഇതൊക്കെയാണ് ആനത്തവല പോലെയുള്ള സംശയം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ധാരാളം സംഭവങ്ങളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. എന്താണത്? അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബിഹി അന്നഹു കാന യഖ്തുബു യൗമൽ ജുമുഅത്തി അലാ മിൻബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറിൽ വെച്ച്, മദീന പള്ളിയിലുള്ള മിമ്പറിൽ വെച്ച് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫഅളലഹു ഫീ ഖുത്ബത്തിഹി അൻ ഖാല യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. ഖുത്ബ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കണ്ടിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്നിങ്ങനെ വിളിച്ചു പറയുന്നു. ആരാണ് സാരിയ റളിയല്ലാഹു അൻഹു? മഹാനവർകൾ നഹാവന്തിലേക്ക് യുദ്ധത്തിന് പോയതാണ്. ഒരു സംഘം ആളുകളെയും കൂട്ടിക്കൊണ്ട് നഹാവന്തിലേക്ക്, കിലോമീറ്ററുകൾ ദൂരത്തുള്ള നഹാവന്തിലേക്ക് യുദ്ധത്തിന് പോയ ആളാണ് സാരിയ റളിയല്ലാഹു അൻഹു. ആ സാരിയ റളിയല്ലാഹു അൻഹുവിനെയാണ് ആര് വിളിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിക്കുന്നത്. ഇത് കേട്ടപ്പോ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്നതായ സ്വഹാബത്തൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഖുത്ബ കഴിഞ്ഞ്, നിസ്കാരം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പുറത്തു വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് നഹാവന്തിലേക്ക് യുദ്ധത്തിന് പോയ സാരിയ റളിയല്ലാഹു അൻഹുവിനെ ഖുത്ബക്കിടയിൽ നിങ്ങൾ എന്തേ വിളിച്ചത് എന്ന് ചോദിച്ചപ്പം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതെന്താണ് സംഭവം എന്നറിയുമോ? യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ശത്രുക്കൾ മലയുടെ ഒരു ഭാഗത്തിലൂടെ സാരിയ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ സംഘത്തിനെയും വെട്ടി വീഴ്ത്താൻ വേണ്ടി ഓടി വരുന്നത് ഞാൻ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കാണുകയാണ്. ഉടനെ തന്നെ സാരിയ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ഓർഡർ കൊടുത്തു, അവിടുന്ന് മാറി, അവിടുന്ന് തെറ്റി മറ്റൊരു വഴിയിലൂടെ പോകണം. അങ്ങനെ മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് വിളിച്ചു പറഞ്ഞത് അവിടെ കേട്ടു എന്ന് മാത്രമല്ല, സാരിയ റളിയല്ലാഹു അൻഹു ആ നിർദ്ദേശം അനുസരിച്ച് അവിടുന്ന് തെറ്റി മാറിയിട്ട് മറ്റൊരു ഭാഗത്തിലൂടെ ചെന്നു. ശത്രുക്കളെ മുഴുവനും പരാജയപ്പെടുത്തി ആ യുദ്ധത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഈ സംഭവം മഹാനായ ഇബ്നുൽ അസീർ എന്നവരെ അവിടുത്തെ ഉസ്തുൽ ഖാബയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അൽ ബിദായ വൻ നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സാരിയ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പരാജയപ്പെടാൻ വേണ്ടി പോകുന്ന രംഗം കാണുന്നു. ആ കണ്ടതനുസരിച്ച് സാരിയ റളിയല്ലാഹു അൻഹുവിന് ഓർഡർ കൊടുക്കുന്നു. സാരിയ റളിയല്ലാഹു അൻഹു കേൾക്കുന്നു. വല്ല നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പ കൂടാതെ തീരം നൽകും ഞാനെന്നോവർ, ഇരുന്നേ ഇരിപ്പിന്നൽ ആകാശം കണ്ടോവർ. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ചുകൊണ്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള
സാരിയ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു, ശത്രുക്കൾ പരാജയപ്പെടുത്താൻ വരുന്നത് കാണുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുന്നു, സാരിയ റളിയല്ലാഹു അൻഹു അത് കേൾക്കുന്നു. ഇതൊക്കെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ രേഖപ്പെടുത്തി വെക്കപ്പെട്ടതായ ചരിത്രങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ എന്തിനു വഹാബി ഇതിനെയൊക്കെ കൊഞ്ഞനം കുത്തണം? ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇന്റർനെറ്റിന്റെ യുഗമല്ലേ, നാം ഇവിടെ ഇന്ന് നമ്പർ അടിച്ചാൽ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ആളുകളെ നമുക്ക് സംസാരിക്കാൻ കഴിയുകയില്ലേ, കാണാൻ കഴിയുന്നില്ലേ? ഈ യുഗത്തിൽ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇത്തരം ഔലിയാക്കന്മാർക്ക് അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അതിനൊക്കെ കഴിവ് കൊടുക്കുന്നതിൽ എന്തിന് നാം പരിഭവപ്പെടണം, എന്തിന് നാം ആശങ്കപ്പെടണം എന്നാണ് ഈ വഹാബികളോട് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ഇത്തരം ബെയ്ത്തുകളിലോ മാലകളിലോ ഒന്നും തന്നെ ശിർക്കിന്റെ ഒരു അംശം പോലുമില്ല. എല്ലാം പ്രാമാണികമായി തെളിയിക്കാൻ നമുക്ക് സാധിക്കും. ഹദീസുകളിൽ നിന്നും ഖുർആനിൽ നിന്നും പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളിൽ നിന്നും ഓരോന്നും വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.